ഹായ്, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഷീന ടീച്ചർ തൊഴിലിനെക്കുറിച്ചും തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ചും നന്നായി പറഞ്ഞു തന്നു. ടീച്ചർ ചില പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നില്ലേ? എത്ര പേർ ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു? ചിലർ ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്ക് കണ്ടാലോ? പ്രവർത്തനങ്ങൾ ചെയ്ത എല്ലാ മക്കൾക്കും അഭിനന്ദനങ്ങൾ. ടീച്ചർ ഇന്നും കളിപ്പിക്കുമെന്നാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഇന്ന് കളിയല്ല കേട്ടോ, ടീച്ചർ ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. പാടട്ടെ? എല്ലാവരും റെഡിയല്ലേ പാട്ട് കേൾക്കാൻ? ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തൻ്റെ നിലാവോ പുത്തൻ പവിഴ കൊടിയോ ചെറു തത്തകൾ കൊഞ്ചും മൊഴിയോ. ഈ പാട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഈ പാട്ട് നിങ്ങൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? ആ, അനിയത്തിയെ അമ്മ താരാട്ട് പാടി ഉറക്കുമെന്നോ? നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഇതുപോലുള്ള താരാട്ട് പാട്ടുകൾ അമ്മ നിങ്ങളെ പാടി ഉറക്കിയിട്ടുണ്ടോ? ഉണ്ടെന്നോ? ഏത് പാട്ടായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടമായത്? ആ, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു അല്ലേ? ടീച്ചർ ഈണത്തിൽ പാടിയത് കൊണ്ടോ? ആ, താളവും ഉണ്ടായിരുന്നെന്നോ? ഈണത്തിലും താളത്തിലും ടീച്ചർ ചൊല്ലി. മാത്രവുമല്ല, പിന്നെ എന്തുണ്ടായിരുന്നു? ആ, നല്ല ഭാവവും ഉണ്ടായിരുന്നു. കവിത ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ പാട്ട് പാടുമ്പോൾ ഈണത്തിലും താളത്തിലും പാടിയാൽ കേൾക്കാൻ നല്ല രസമുണ്ടാകും. മാത്രവുമല്ല, ഈ കവിതയോ ഈ പാട്ടോ നമ്മൾ ഒരിക്കലും മറക്കില്ല. നമ്മുടെ പാഠപുസ്തകത്തിൽ 20-ാമത്തെ പേജിൽ ഒരു കവിതയുണ്ട്. ആ കവിത ഒന്ന് ചൊല്ലിയാലോ? ഈ കവിത ചൊല്ലുന്നത് ഒരു കൂട്ടുകാരിയാണ്. നമുക്ക് കേട്ടു നോക്കാം. എല്ലാവരും സ്ക്രീനിലും നോക്കണേ. കുളവും തോടും കുളിർച്ചോലകളും കളകളമൊഴുകും അരുവികളും കാറ്റിൻ പാട്ടിനു കാതോർത്തിയിടും പൂക്കളുമുള്ളൊരു മലനാട് കാടും മേടും കതിരണി വയലും അണിയണി നിൽക്കും തെങ്ങുകളും പക്ഷികൾ പാടും പൂന്തോപ്പുകളും എത്ര മനോഹരമെന്നാട്. കൂട്ടുകാരി കവിത ചൊല്ലിയത് നിങ്ങൾ കേട്ടില്ലേ? ഈ കവിത ടീച്ചർ ചൊല്ലണമെന്നോ? ചൊല്ലട്ടെ. കുളവും തോടും കുളിർച്ചോലകളും കളകളമൊഴുകും അരുവികളും കാറ്റിൻ പാട്ടിനു
കാതോർത്തിടും പൂക്കളുമുള്ളൊരു മലനാട്. കാടും മേടും കതിരണി വയലും അണിയണി നിൽക്കും തെങ്ങുകളും പക്ഷികൾ പാടും പൂന്തോപ്പുകളും എത്ര മനോഹരമെന്നാട്. കവിത കേട്ടില്ലേ? ഈ കവിത ടീച്ചർ ചൊല്ലിയത് കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഒരു അരുവിയെക്കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എങ്ങനെ ഒഴുകുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആ, കളകളം ഒഴുകുന്ന അരുവികൾ. കാറ്റിൻ്റെ പാട്ടിന് കാതോർത്ത് ആരോ നിൽപ്പുണ്ടല്ലോ. അതാരാ? ആ, പൂക്കൾ. ഈ കവിത ഒന്നുകൂടി വായിക്കണമെന്നോ? ഈ കവിതയ്ക്ക് ഒരു ഈണം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ കവിതയ്ക്ക് ഒരു ഈണം കണ്ടെത്തി ചൊല്ലി നോക്കൂ. മലനാടിന്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? കുളവും തോടും കുളിർച്ചോലകളും കളകളമൊഴുകും അരുവികളും. എന്തൊക്കെയുണ്ട്? കുളമുണ്ട്, തോടുണ്ട്, പിന്നെ കുളിർച്ചോലകളും. കുളിർച്ചോലയുണ്ട്. കുളിർച്ചോല, തണുത്ത വെള്ളമൊഴുകുന്ന ചോല. ഒരു ചോലയെക്കുറിച്ച് എൻ്റെ കേരളം കവിതയിൽ നിങ്ങൾ കേട്ടില്ലേ? അവിടെ ചോലയെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ, കാട്ടുചോല. ഇവിടെയോ തണുത്ത വെള്ളമൊഴുകുന്ന ചോല, കുളിർച്ചോല. പിന്നെയോ കളകളമൊഴുകുന്ന അരുവികളുണ്ട്. അരുവികൾ ഒഴുകുന്ന ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അരുവികൾ ഒഴുകുന്ന ശബ്ദം ഒന്ന് കേട്ടാലോ? എല്ലാവരും കണ്ണടച്ചിരുന്നേ. അരുവികൾ ഒഴുകുന്ന ശബ്ദം നിങ്ങൾ കേട്ടില്ലേ? പിന്നെയോ നമ്മുടെ മലനാട്ടിൽ വേറെന്തൊക്കെയുണ്ട്? ആ, കാറ്റിൻ പാട്ടിനും കാതോർത്തിടും പൂക്കളുമുള്ളൊരു മലനാട്. കാറ്റിൻ്റെ പാട്ടിന് കാതോർത്ത് നിൽക്കുന്ന പൂക്കളുണ്ട്. കാറ്റിൻ്റെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്ങനെ? ആ, കാറ്റ് വീശുമ്പോൾ മരങ്ങളിലൊക്കെ തട്ടിയുണ്ടാകുന്ന ശബ്ദത്തെയാണ് കാറ്റിൻ്റെ പാട്ട് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാറ്റിൻ്റെ പാട്ടിന് കാതോർത്ത് നിൽക്കുന്നത് ആരാണ്? പൂക്കൾ. അതെങ്ങനെയാ പൂക്കൾ കാതോർത്ത് നിൽക്കുന്നത്? കാറ്റടിക്കുമ്പോൾ പൂക്കൾ ആടുമല്ലേ? കാറ്റിൻ്റെ പാട്ടിന് കാതോർത്ത് നിൽക്കുന്ന പൂക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. വേറെന്തൊക്കെയുണ്ട് നമ്മുടെ മലനാട്ടിൽ? കാടും മേടും കതിരണി വയലും. കാടും മേടും കതിരണി വയലും. കാടുണ്ട്. കാട്ടിൽ എന്തൊക്കെയുണ്ട്? മൃഗങ്ങളുണ്ട്. ആനയുണ്ടെന്നോ?
ആന എങ്ങനെയാ നടക്കുന്നത്? എല്ലാവരും ഒന്ന് കാണിച്ചേ. ആന എങ്ങനെയാ കാട്ടിലൂടെ നടന്നു വരുന്നത്? ആ, തലയൊക്കെ കെട്ടി കൊമ്പൊക്കെ കുലുക്കി നടന്നു വരുന്ന ആനയെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? സിംഹമുണ്ടെന്നോ? ആ, സിംഹം അലറുമെന്നോ? എങ്ങനെയാ സിംഹം അലറുന്നത്? ആ, പേടിയാവൂല്ലേ? സിംഹത്തിന്റെ അലർച്ച കേട്ടാൽ പേടിയാവുമെന്നോ? പിന്നെയോ കാട്ടിലെന്തൊക്കെ? ആ, കുരങ്ങനുണ്ടെന്നോ? ഓ, ഒരു മരത്തിൽ നിന്നും വേറൊരു മരത്തിലേക്ക് ചാടി ചാടി പോകുമെന്നോ? കുറുക്കനുണ്ട്. കുറുക്കൻ ഓരിയിടുന്നത് കൂട്ടുകാർ കേട്ടിട്ടില്ലേ? എങ്ങനെയാ കുറുക്കൻ ഓരിയിടുന്നത്? കുറുക്കന്റെ ശബ്ദം ഒന്ന് ഉണ്ടാക്കിയേ. ആ, കേട്ടിട്ടില്ലേ? കോഴിയെ പിടിക്കാൻ വരുന്ന കുറുക്കൻ. പിന്നെയോ? ആ, അവിടെ ആരോ എന്തോ പറഞ്ഞല്ലോ. ആ, പാമ്പുണ്ടെന്നോ? പാമ്പ് എങ്ങനെയാ? പേടിയാണെന്നോ? ആ, പാമ്പിന് എല്ലാവർക്കും പേടിയാണല്ലേ? പിന്നെയോ? ആ, മരങ്ങളുണ്ട്. ഓ, വലിയ മരങ്ങളുണ്ട്, ചെറിയ മരങ്ങളുണ്ട്, കുറ്റിച്ചെടികളുണ്ട്, കാട്ടുചോലയുമുണ്ട്. നമ്മുടെ മലനാട്ടിൽ കാടുകളുണ്ട്. പിന്നെയോ മലനാട്ടിൽ വേറെന്തൊക്കെയുണ്ട്? മേടുകളുണ്ട്. എൻ്റെ കേരളം കവിതയിൽ മേടുകളെ കുറിച്ച് പഠിച്ചു അല്ലേ? മേടെന്താണ്? ആ, കുന്നുകൾ. കാടുണ്ട്, മേടുണ്ട്, പിന്നെ ആ, കതിരണിഞ്ഞു നിൽക്കുന്ന വയലുണ്ട്. വയൽ കൂട്ടുകാർ കണ്ടിട്ടില്ലേ? കതിരണിഞ്ഞു നിൽക്കുന്ന വയലോ? ആ, നെൽക്കതിർ നിറഞ്ഞു നിൽക്കുന്ന വയലുകൾ. എൻ്റെ നാട്ടിൽ കതിരണിഞ്ഞു നിൽക്കുന്ന വയലുകളുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? കാടും മേടും കതിരണി വയലും അണിയണി നിൽക്കും തെങ്ങുകളും. അണിയണിയായി നിൽക്കുന്ന തെങ്ങുകളുണ്ട്. തെങ്ങുകൾ എങ്ങനെയാണ് നിൽക്കുന്നത്? അണിയണിയായി, വരിവരിയായി നിൽക്കുന്ന തെങ്ങുകളുണ്ട്. പിന്നെയോ പക്ഷികൾ പാടും പൂന്തോപ്പുകളും എത്ര മനോഹരമെന്നാട്. പക്ഷികൾ പാടും പൂന്തോപ്പുകളും എത്ര മനോഹരമെന്നാട്. പക്ഷികൾ പാടുന്ന പൂന്തോപ്പുകളുണ്ട്. പൂന്തോപ്പുകൾ എന്താ? ആ, പൂന്തോട്ടം. പൂന്തോട്ടത്തിൽ എന്തൊക്കെയുണ്ട്? നിറയെ പൂക്കളുണ്ട്. പൂക്കളിൽ എന്തുണ്ട്? ആ, തേനുണ്ട്. പൂവിൽ നിന്ന് തേൻ കുടിക്കാൻ ആരൊക്കെ വരും? ആ, വണ്ട് വരും, തേനീച്ച വരും, തുമ്പി വരും, കുരുവി വരും. ആ, പക്ഷികൾ പാടുന്ന പൂന്തോട്ടമുണ്ട്. പക്ഷികൾ എങ്ങനെയാ പാടുന്നത്? പക്ഷികൾ പാടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ, പക്ഷികൾ ചിലയ്ക്കുന്ന ശബ്ദമല്ലേ? പക്ഷികൾ ചിലയ്ക്കുന്നത് എങ്ങനെയാ? പക്ഷികൾ ചിലയ്ക്കുന്ന ശബ്ദം ഒന്ന് ചെയ്തു നോക്കിയാലോ? ആ, എങ്ങനെ? എല്ലാവരും കൈ ഇങ്ങനെ ഒന്ന് വെച്ചേ. എല്ലാവരും റെഡിയല്ലേ? ആ, എല്ലാവരും ചെയ്തല്ലോ. പക്ഷികൾ ചിലയ്ക്കുന്ന ശബ്ദത്തെയാണ് പക്ഷികൾ പാടുന്നതായി ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷികൾ പാടുന്ന പൂന്തോട്ടം
എൻ്റെ മലനാടിൻ്റെ പ്രത്യേകതയാണ്. ഈ കവിതയിൽ മലനാടിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. കുളമുണ്ട്, തോടുണ്ട്, കുളിർ ചോലയുണ്ട്, പിന്നെയോ കളകളമൊഴുകുന്ന അരുവികളുണ്ട്, കാറ്റിൻ്റെ പാട്ടിന് കാതോർക്കുന്ന പൂക്കളുള്ള എൻ്റെ നാട്. പിന്നെ കാടുണ്ട്, മേടുണ്ട്, കതിരണിഞ്ഞു നിൽക്കുന്ന വയലുണ്ട്, പിന്നെ അണിയണിയായി നിൽക്കുന്ന തെങ്ങുകളുണ്ട്, പക്ഷികൾ പാടുന്ന പൂന്തോപ്പുകളുണ്ട്. ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മുടെ നാട്ടിലുള്ളത്? മലനാടിനെ കുറിച്ചുള്ള കവിത നിങ്ങൾ വായിച്ചില്ലേ? അതിലെ പദങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്നുകൂടി വായിച്ചു നോക്കാം. എൻ്റെ നാട്ടിൽ വായിച്ചേ. കുളം, കുളമുണ്ട്, ഇതെന്താ? വായിച്ചു നോക്കിയേ. തോടുണ്ട്, തോട് കണ്ടില്ലേ? തോട്. പിന്നെ ഇത് വായിച്ചേ. അരുവി, അരുവിയുണ്ട്, വായിച്ചേ. പൂക്കൾ, പൂക്കളുണ്ട്, ഇത് വായിച്ചേ. കാട്, കാടുണ്ട്, പിന്നെ ഇത് വായിച്ചേ. മേട്, മേടുണ്ട്, വയൽ, വയലുണ്ട്, വായിച്ചേ. മിടുക്കൻ. തെങ്ങ്, തെങ്ങുണ്ട്, പക്ഷി, പക്ഷികളുണ്ട്. ഈ കവിതയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചേർന്ന മലനാടിനെ കാണാൻ എന്ത് ഭംഗിയാണ് അല്ലേ? ചിത്രം ഒന്നുകൂടി നോക്കൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നോ? ഈ കവിതയിലെ ആശയങ്ങളെല്ലാം ചേർത്ത് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി നോക്കൂ. 21-ാമത്തെ പേജിൽ ഒരു പ്രവർത്തനമുണ്ട്. കവിതയുടെ ആശയം സ്വന്തം വാക്യങ്ങളിൽ എഴുതൂ. എല്ലാ കൂട്ടുകാരും എഴുതുമല്ലോ അല്ലേ? നിങ്ങളുടെ പാഠപുസ്തകത്തിൽ 20-ാമത്തെ പേജിൽ തന്നെ വേറൊരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. മലനാട്ടിൽ കുളമുണ്ട്, തോടുണ്ട്. ഈ രണ്ട് പദങ്ങളെയും ചേർത്ത് പറഞ്ഞാലോ? എങ്ങനെ പറയും? കുളവും തോടും. ഈ കവിതയിൽ പറഞ്ഞില്ലേ, കാടുണ്ട്, മേടുണ്ട്. ഈ പദങ്ങളെ എങ്ങനെ ചേർത്ത് പറയും? കാടും മേടും. ഇതുപോലെ മറ്റു പദങ്ങളെയും നിങ്ങൾക്ക് ചേർത്ത് പറയാമോ?
പറയുക മാത്രമല്ല, നിങ്ങളുടെ പുസ്തകത്തിൽ ഈ പ്രവർത്തനം നിങ്ങൾ എഴുതുകയും വേണം. നമ്മുടെ പാഠഭാഗത്തിന് ഒരു തലക്കെട്ടുണ്ടായിരുന്നു അല്ലേ? എന്താ അത്? ആ, എൻ്റെ കേരളം. നമ്മൾ ഇന്ന് പഠിച്ച കവിതയ്ക്ക് തലക്കെട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തലക്കെട്ട് ഈ കവിതയ്ക്ക് നൽകുമല്ലോ. ഈ പ്രവർത്തനവും നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. എല്ലാവരും യോജിച്ച ഒരു തലക്കെട്ട് നൽകണേ. എല്ലാവരും മലയും തോടും പുഴകളും ഒക്കെയുള്ള സ്ഥലത്താണോ താമസിക്കുന്നത്? ആ, മോന്റെ വീടിനടുത്ത് കടലുണ്ടെന്നോ? ആ, കടലിന്റെ തീരത്താണ് മോൻ താമസിക്കുന്നത്. നമുക്കൊരു വീഡിയോ കണ്ടാലോ? എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണേ. പിന്നൊരു കാര്യം, വീഡിയോ കണ്ടു കഴിയുമ്പോൾ ടീച്ചർ ചില ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കും. ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടിയും തരണം. വീഡിയോ കാണാൻ എല്ലാവരും റെഡിയല്ലേ? റെഡി? ഓക്കെ, വീഡിയോ കണ്ടോളൂ. പാടും പുഴകളും തോടും മൂടിക്കൂടും മലരണിക്കാടും നീളേ കളങ്ങളം പാടും കാട്ടുചോലയും മാമണിമേടും വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പും നീളെ കുളിരോളി തിങ്ങി എൻ്റെ കേരളം എന്തൊരു ഭംഗി, എൻ്റെ കേരളം എന്തൊരു ഭംഗി. ഈ വീഡിയോയിൽ നിങ്ങൾ എന്താണ് കണ്ടത്? ആ, ഒരു മോളെ കണ്ടു അല്ലേ? മോൾ എന്താ ചെയ്യുന്നത്? ആ, കവിത ചൊല്ലുന്നു. ഏത് കവിതയാ ചൊല്ലിയത്? ആ, എൻ്റെ കേരളം കവിത. എവിടെ നിന്നാണ് കവിത ചൊല്ലിയത്? ആ, പുഴയുടെ തീരത്ത് നിന്ന്. കാടും മേടും പുഴയും തോടും വയലുകളും ഒക്കെ ചേർന്നതാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തെ നാം ഇതുപോലെ സംരക്ഷിക്കണം. ഇതിൻ്റെ ഭാഗമായാണ് നമ്മുടെ സ്കൂളുകളിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പരിസ്ഥിതി ദിനം നമ്മൾ എന്നാണ് ആഘോഷിക്കുന്നത്? ആ, ജൂൺ 5. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ നിന്നും എല്ലാവർക്കും വൃക്ഷത്തൈകൾ തരാറുണ്ടല്ലേ? ആ തൈകൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നടാറുമുണ്ട്. എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ. നമ്മുടെ പ്രകൃതിയെ നാം സ്നേഹിക്കണം, സംരക്ഷിക്കണം. നമ്മുടെ നാടിനെ നാം സ്നേഹിക്കണം, സംരക്ഷിക്കണം. എൻ്റെ കേരളത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ പാഠഭാഗത്തു നിന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കേരളത്തെക്കുറിച്ച് മറ്റൊരു കവിതയായാലോ? കവിത കേൾക്കുക മാത്രമല്ല, കവിത കേട്ടതിന് ശേഷം ഈ കവിതയോട് നിങ്ങൾ മറ്റു വരികളും കൂടിച്ചേർക്കണം. എന്താ, എല്ലാവരും റെഡിയല്ലേ? ടീച്ചർ കവിത ചൊല്ലട്ടെ. പാടുന്ന പുഴകളുള്ള എൻ്റെ കേരളം, ആടുന്ന മയിലുകളുള്ള എൻ്റെ കേരളം, ഒഴുകുന്ന കാട്ടാറുള്ള എൻ്റെ കേരളം, തുള്ളുന്ന കടലുകളുള്ള എൻ്റെ കേരളം, എൻ്റെ കേരളം എത്ര സുന്ദരം, എൻ്റെ കേരളം എത്ര സുന്ദരം. കൂട്ടുകാരെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.